പ്രിയരെ, കഴിഞ്ഞ ദിവസം മേജർ ആർച്ച് ബിഷപ്പിനെയും മെത്രാപ്പോലീത്തൻ വികാരിയെയും കണ്ട അൽമായ മുന്നേറ്റം അവരുടെ മുന്നിൽ അവതരിപ്പിച്ചത് അൽമായർക്ക് കൂടുതൽ പ്രാതിനിധ്യമുള്ള ഒരു സഭയുണ്ടാകണം എന്ന കാഴ്ചപ്പാടാണ്. അതാകട്ടെ ആഗോള കത്തോലിക്ക സഭയിലെ സിനഡ് ഓൺ സിനഡാലിറ്റിയുടെ ഫൈനൽ ഡോക്യുമെന്റിനെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു. കാലങ്ങൾക്ക് മുന്നേ സഞ്ചരിക്കുന്ന ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അൽമായ മുന്നേറ്റമെന്ന് വീണ്ടും തെളിയുകയാണ്. ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ ഇന്ന് സഭയുടെ ഔദ്യോഗിക രേഖകളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. 2021 മുതൽ 24 വരെ നീണ്ടു നിന്ന സിനഡ് ഓൺ സിനഡാലിറ്റിയുടെ ഫൈനൽ ഡോക്യുമെന്റിന്റെ വെളിച്ചത്തിൽ സീറോ മലബാർ സഭ 2021 എടുത്ത കുർബാന ഏകീകരണ തീരുമാനം അക്ഷരാർത്ഥത്തിൽ പുനഃപരിശോധിക്കേണ്ടതാണ്. ഫൈനൽ ഡോക്യുമെന്റ് സഭാ നവീകരണത്തിന് ആധുനിക ലോകത്തിൽ സ്വീകരിക്കേണ്ട കാഴ്ചപ്പാടുകളെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിനെ പ്രവൃത്തി പഥത്തിലെത്തിക്കാൻ ഒരു സെക്രട്ടേറിയറ്റിനെ സഭ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. അതിലുമുപരിയായി ആദ്ലിബിന് ആ വിസിറ്റിന് വരുമ്പോൾ ഇത് പ്രവൃത്തി പഥത്തിലെത്തിക്കാൻ ഓരോ ബിഷപ്പും സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും മാർപ്പാപ്പ ആവശ്യപ്പെടുന്നുണ്ട്. The local churches are asked to continue their daily journey with a synodal methodology of consultation and discernment. അതെ, കൺസൾട്ടേഷനും ഡിസേൺമെന്റും ഇല്ലാതെ എടുത്ത തീരുമാനമാണ് 21 കുർബാന ഏകീകരണം. അതിനാൽ തന്നെ അത് തിരുത്തണം. ഇനി അതിനോട്ട് പ്രസക്തിയുമില്ല. എ ടാഞ്ചിബിൾ സിനഡൽ കൺവേർഷൻ ഇൻ ദ വേരിയസ് എക്ലേസിയാസ്റ്റിക്കൽ കോണ്ടെക്സ്റ്റ്. വിവിധ സഭാ സന്ദർഭങ്ങളിൽ ഒരു സ്പഷ്ടമായ സിനഡൽ പരിവർത്തനം ഉണ്ടാകണമെന്ന് ഡോക്യുമെന്റിന്റെ ആർട്ടിക്കിൾ 9 പറയുന്നുണ്ട്. പള്ളികൾ, സന്യാസ ജീവിതങ്ങൾ, വിശ്വാസികളുടെ മുന്നേറ്റങ്ങൾ, രൂപതകൾ, മെത്രാന്മാരുടെ സിനഡ്, വിവിധ ഗ്രൂപ്പുകൾ തുടങ്ങി സകല മേഖലകളിലും ഈ മാറ്റം ദൃശ്യമാകണമെന്നാണ് ഡോക്യുമെന്റ് പറയുന്നത്. സ്വതന്ത്ര സഭകളിലെ മെത്രാന്മാരുടെ സിനഡ് ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഡോക്യുമെന്റ് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 70 ഇങ്ങനെ പറയുകയാണ്: എ ബിഷപ്പ് സർവീസ് ഈസ് എ സർവീസ് ഇൻ വിത്ത് ആൻഡ് ഫോർ ദ കമ്മ്യൂണിറ്റി. ഒരു ബിഷപ്പിന്റെ സേവനം ഒരു സമൂഹത്തിന് വേണ്ടിയും സമൂഹത്തോടൊപ്പവും സമൂഹത്തിനുള്ളിലുമാണ്. ദിസ് ഈസ് വൈ the synodal assembly desires that the people of God have a greater voice in choosing bishops. അതിനാൽ മെത്രാന്മാരെ, ബിഷപ്പുമാരെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ദൈവജനത്തിന്റെ ശബ്ദത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് അസംബ്ലി കരുതുന്നു. നിസ്സാരമായ ഒരു കാര്യമല്ല അത്. ഇത് സഭയുടെ സുപ്രധാനമായ ഒരു തിരിച്ചറിവാണ്. പരസ്പരം പുറം ചൊറിയുന്നവരെ കണ്ടുപിടിച്ച് ബിഷപ്പുമാരാക്കുന്ന പതിവിൽ നിന്ന് സമഗ്രമായൊരു മാറ്റം പ്രകടമാകണമെന്നാണ് അസംബ്ലി പറയുന്നത്. മാർപ്പാപ്പ പോലും തന്നിഷ്ടത്തിന് കൂവക്കാട്ട് എന്ന ഒരു വൈദികനെ കർദിനാളാക്കിയ ആളാണെന്ന് ഓർക്കണം. വാർദ്ധക്യത്തിന് സഹായിച്ചു എന്നൊരൊറ്റ കാരണത്താൽ കൂവക്കാട്ട് എന്നൊരു വൈദികനെ മാർപ്പാപ്പ കർദിനാളാക്കിയത് ലോകത്തിൽ തന്നെ വലിയ വിവാദമായിരുന്നു. പരസ്പരം സഹായിച്ച് മെത്രാനായതിനെ കുറിച്ച് ഒരിക്കൽ ബിഷപ്പ് ചക്യത്ത് പ്രസംഗിച്ചിരുന്നത് ഞാൻ ഓർക്കുകയാണ്. ഒരു പടി കൂടി കടന്ന ആർട്ടിക്കിൾ 80 പറയുന്നത് ഇങ്ങനെയാണ്: ഫോർമേഷൻ ഈസ് നീഡഡ് ഇൻ ഓർഡർ ടു എൻഗേജ് ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സസ് grounded in ecclesial discernment and which reflect a culture of transparency, accountability and evaluation. Decision making പ്രോസസ്സിൽ സുതാര്യത, അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്തം, മൂല്യനിർണ്ണയം ഇവ പ്രതിഫലിപ്പിക്കണമെന്നാണ് അസംബ്ലി ആവശ്യപ്പെടുന്നത്. ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി അൽമായ മുന്നേറ്റം വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളാണ്. ഇന്ന് അത് സഭയുടെ ഔദ്യോഗിക ആവശ്യമായി മാറിയിരിക്കുന്നു. ആർട്ടിക്കിൾ 92 മുതൽ 102 വരെ ഇതേക്കുറിച്ച് മാത്രം പറയുന്നതാണ്. 5 കാര്യങ്ങളാണ് നിർദ്ദേശിക്കുന്നത്. 1. എഫക്റ്റീവ് ഫങ്ഷനിങ് ഓഫ് ഫിനാൻസ് കൗൺസിൽസ്. 2. എഫക്റ്റീവ് ഇൻവോൾവ്മെന്റ് ഓഫ് പീപ്പിൾ ഓഫ് ഗോഡ്. 3. പ്രിപ്പറേഷൻ ആൻഡ് പബ്ലിക്കേഷൻ ഓഫ് ആനുവൽ ഫിനാൻഷ്യൽ റിപ്പോർട്ട്. 4. പ്രിപ്പറേഷൻ ആൻഡ് പബ്ലിക്കേഷൻ ഓഫ് an annual report on the progress made in promoting the laity access to the positions of authority and to decision making processes, specifying the proportion of men and women. 5. Periodic evaluation of all these activities. നോക്കൂ, പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും അനുപാതം വ്യക്തമാക്കിക്കൊണ്ട് അധികാര സ്ഥാനങ്ങളിലേക്കും തീരുമാനമെടുക്കുന്ന പ്രക്രിയകളിലേക്കും സാധാരണക്കാരായ വിശ്വാസികളുടെ പ്രവേശനം പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഉണ്ടായിട്ടുള്ള പുരോഗതി വിലയിരുത്തണമെന്നാണ് പറയുന്നത്. സഭയിൽ സമൂലമായ മാറ്റങ്ങൾക്ക് വഴി തുറക്കാനുള്ള ഒരു ഡോക്യുമെന്റാണ്. സീറോ മലബാർ സഭയുടെ സിനഡ് എത്രയും വേഗം ഇത് ചർച്ച ചെയ്യുകയും മാറ്റങ്ങൾക്ക് ആക്കം കൂട്ടുകയും വേണം. വരുംകാല തലമുറയ്ക്ക് സഭ ഒരു മുതൽക്കൂട്ടാകണമെങ്കിൽ
വരുന്ന കാലങ്ങളിൽ സഭ ഈ സമൂഹത്തിൽ നിലനിൽക്കണമെങ്കിൽ ഈ മാറ്റങ്ങൾ ഉൾക്കൊണ്ടേ തീരൂ. നന്ദി.